ഇന്ത്യയിൽ മതവിശ്വാസത്തിന് ഭരണഘടന പരിരക്ഷയുണ്ടെങ്കിലും ഭരണാന്തരീക്ഷം വിവേചനപരമായ സ്ഥിതി ഉണ്ടാക്കുകയാണെന്ന് അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തിനായുള്ള US കമ്മീഷന്റെ നിരീക്ഷണം. ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിവേചനപരമായ സമീപനം സ്വീകരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഭരണകക്ഷിയായ BJPയും RSSും വിവേചനപരമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നതായും റിപ്പോർട്ടിലുണ്ട്. ദേശീയ സംസ്ഥാന തലങ്ങളിൽ ഉണ്ടാക്കുന്ന പുതിയ നിയമങ്ങൾ വഴി മതസ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ US കമ്മീഷൻ ഇന്ത്യ രാജ്യത്തെ ഭരണകൂടത്തോട് പറയുന്നത് ഈ പോക്ക് ശരിയല്ലെന്നാണ്. US കമ്മീഷന്റെ നിരീക്ഷണം ശരിവെക്കുന്ന ഡൽഹി പോലീസിന് ഒരു നിലപാടറിയണ്ടേ? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം നയിച്ച ഉമർ ഖാലിദും ഗുൽഫിഷ ഫാത്തിമയും മീരാൻ ഹൈദറും ഷിഫ ഉമർ റഹ്മാനും സർജീർ ഇമാമുമെല്ലാം ബുദ്ധിജീവി ആക്ടിവിസ്റ്റ് വേഷമണിഞ്ഞ രാജ്യദ്രോഹികളാണെന്ന് ഡൽഹി പോലീസ്. അവർക്ക് ജാമ്യം അനുവദിക്കരുതെന്നും ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ വാദിച്ചിരിക്കുകയാണ്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഇപ്പോൾ ഒരു പ്രവണതയായി മാറിയിരിക്കുന്നുവെന്നും ബുദ്ധിജീവി ഭീകരർ കൂടുതൽ അപകടകാരികളാണെന്നും ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ വാദിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ USCIRFന്റെ പ്രധാന നിരീക്ഷണങ്ങൾ നിങ്ങൾ അറിയേണ്ടതാണ്. ഭരണകക്ഷിയായ BJPയും RSSും വിവേചനപരമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ദേശീയ സംസ്ഥാന തലങ്ങളിൽ ഉണ്ടാക്കുന്ന പുതിയ നിയമങ്ങളിലൂടെ മതസ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെടുന്നു. 2014 മുതൽ രാജ്യത്തെ പ്രകടമായി ഹിന്ദുരാഷ്ട്രമാക്കാൻ BJP ശ്രമം. മുഖ്യമന്ത്രിയായപ്പോൾ ഗുജറാത്ത് കലാപം അണയ്ക്കാൻ മോദി ഒന്നും ചെയ്തില്ല. മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം നൂറുകണക്കിന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അറസ്റ്റിലായി. ഈ വസ്തുതയാണ് US കമ്മീഷൻ പുറത്തു കൊണ്ടുവരുന്നത്. BJP RSS കൂട്ടുകെട്ട് വഴി രാജ്യത്ത് പൗരത്വം, മതപരിവർത്തനം, ഗോഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ വിവേചനപരമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. 2014 മുതൽ രാജ്യത്തെ പ്രകടമായി ഹിന്ദുരാഷ്ട്രമാക്കാൻ BJP ശ്രമം. RSSന്റെ പ്രാഥമിക ദൗത്യം ഹിന്ദുരാഷ്ട്ര നിർമ്മാണമാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, ജൂത, ബുദ്ധമത, പാഴ്സി വിഭാഗങ്ങളില്ലാത്ത ഹിന്ദുരാഷ്ട്രം എന്ന ആശയമാണ് RSS മുന്നോട്ട് വെക്കുന്നത്. 2019 പൗരത്വ ഭേദഗതി നിയമം അയൽ രാജ്യങ്ങളിൽ നിന്ന് മതപീഡനം ഏറ്റുവാങ്ങിയവർക്ക് പെട്ടെന്ന് പൗരത്വം നൽകുന്ന സാഹചര്യമുണ്ടാക്കിയപ്പോൾ അതിൽ നിന്നും മുസ്ലിം അഭയാർത്ഥികളെ ഒഴിവാക്കിയെന്ന് US കമ്മീഷൻ റിപ്പോർട്ട്. ന്യൂനപക്ഷങ്ങൾ വിചാരണയില്ലാതെ വർഷങ്ങൾ തടവിൽ കഴിയേണ്ടി വരുന്നു. ഉമർ ഖാലിദ് കേസ് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാന തലങ്ങളിലുള്ള ന്യൂനപക്ഷ വിരുദ്ധാക്രമണങ്ങളിൽ കാര്യമായ നടപടി ഉണ്ടാകുന്നില്ല. ഇതുമൂലം ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആൾക്കൂട്ട ആക്രമണങ്ങൾ അവഗണിക്കപ്പെടുന്നു. US വിദേശകാര്യ വകുപ്പ് ഇന്ത്യയെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രാജ്യമായി പരിഗണിക്കണമെന്ന് US കമ്മീഷൻ.